ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് അമേരിക്കയിലെ കുടിയേറ്റ വിസ ചട്ടങ്ങളിൽ വൻ അഴിച്ചുപണി നടക്കുന്നു. വിസ വ്യവസ്ഥകൾ ലംഘിച്ചതിനും വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിനും 1.25 ലക്ഷത്തിലധികം വിദേശ പൗരന്മാരുടെ വിസകൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കി. തിങ്കളാഴ്ച പുറത്തുവിട്ട ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെയാണ് അമേരിക്കൻ ഭരണകൂടം ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. അമേരിക്കൻ മണ്ണിൽ താമസിക്കുന്ന വിദേശികൾ രാജ്യത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും കർശനമായി പാലിക്കണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. വിദേശ പൗരന്മാരുടെ വിസ റദ്ദാക്കുന്നതിനായി US ഭരണകൂടം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെയും ക്രമസമാധാനത്തെയും ബാധിക്കുന്ന വിവിധ വിഷയങ്ങളാണ്. അതിലൊന്ന് വിസ വ്യവസ്ഥകളുടെ ലംഘനമാണ്. അതായത് അനുവദിച്ച സമയപരിധിക്കപ്പുറം രാജ്യത്ത് തുടരുക, വിസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നതാണ്. അതോടൊപ്പം അമേരിക്കൻ നിയമനിർവഹണ ഏജൻസികളുടെ പിടിയിലാകുന്ന വിധത്തിൽ വിവിധ കേസ് നിയമ നടപടികൾ നേരിടുക, അമേരിക്കൻ പൗരന്മാർക്കോ രാജ്യത്തിന്റെ പരമാധികാരത്തിനോ എതിരായി അക്രമ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുക, ഫണ്ട് തട്ടിപ്പ്, വ്യാജ കമ്പനികൾ ഉണ്ടാക്കി വിസ സ്വന്തമാക്കൽ തുടങ്ങിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നിവയാണ് കുറ്റകൃത്യങ്ങളിൽ വരിക. അതോടൊപ്പം നാടുകടത്തപ്പെട്ടവരിലും വിസ നഷ്ടപ്പെട്ടവരിലും ഭൂരിഭാഗവും ശാരീരിക ആക്രമണങ്ങൾ, മദ്യപിച്ച് വാഹനമോടിക്കൽ, മോഷണവും സാമ്പത്തിക ക്രമക്കേടുകളും, മയക്കുമരുന്ന് കടത്തും ഉപയോഗവും, അശ്രദ്ധമായും അപകടകരമായും വാഹനമോടിക്കൽ, ലൈംഗിക അതിക്രമങ്ങളും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനങ്ങളും എന്നീ കേസുകളിൽ പിടിയിലായവരാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലവിലെ നടപടി സാധാരണ രീതിയിലുള്ള ഡീനാച്ചുറലൈസേഷനിൽ നിന്നും വ്യത്യസ്തമാണ്. അമേരിക്കൻ പൗരത്വം നേടിയിട്ടുള്ള ഒരാളുടെ പൗരത്വം റദ്ദാക്കുന്ന പ്രക്രിയയാണ് ഡീനാച്ചുറലൈസേഷൻ. എന്നാൽ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് വിദേശികളുടെ നിയമപരമായ വിസ പദവി റദ്ദാക്കലാണ്. ഇതിലൂടെ ഇവർ രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവരായി പ്രഖ്യാപിക്കപ്പെടുകയും ഉടനടി നാടുകടത്തൽ ഭീഷണി നേരിടുകയും ചെയ്യുന്നുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിൽ വളരെ കർശനമായ രീതിയിലാണ് വിദേശ നയം നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ അന്താരാഷ്ട്ര വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികളുടെ വിസകൾ റദ്ദാക്കപ്പെട്ടിട്ടുമുണ്ട്. അതിൽ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവുമായി ബന്ധമുള്ളവരും ഇറാൻ ഭരണകൂടത്തിന്റെ തീവ്ര അനുയായികളും, അതോടൊപ്പം കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസുകളിലെ പ്രതികൾ, വ്യാജ ഷെൽ കമ്പനികൾ രേഖകളിൽ കാണിച്ച് വിസ തട്ടിപ്പ് നടത്തിയവർ, പ്രസവ ആവശ്യങ്ങൾക്കായി മാത്രം വിസ ദുരുപയോഗം ചെയ്ത് അമേരിക്കയിലെത്തിയ 100-ലധികം ഉത്തരാഫ്രിക്കൻ സ്വദേശികൾ എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. US വിസ എന്നത് ഏതൊരു വിദേശികളുടെയും അവകാശമല്ല, മറിച്ച് അമേരിക്കൻ ഭരണകൂടം നൽകുന്ന ഒരു പ്രത്യേക ആനുകൂല്യം മാത്രമാണ്. അമേരിക്കൻ ജനതയുടെ ശാന്തിക്കും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഏത് ഘടകത്തെയും കണ്ടെത്താനും ചെറുക്കാനും രാജ്യത്തെ എല്ലാ നിയമ സംവിധാനങ്ങളും മുൻഗണനാടിസ്ഥാനത്തിൽ ഉപയോഗിക്കും. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയതും കർശനവുമായ കുടിയേറ്റ നയങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും ഉന്നത വൈദഗ്ധ്യമുള്ള വിദേശ ജീവനക്കാരെയുമാണ്. വിദ്യാർത്ഥികൾക്കായി നിലവിലുണ്ടായിരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് സമ്പ്രദായം പൂർണ്ണമായും നിർത്തലാക്കാൻ US ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ഒരുങ്ങുകയാണ്. ഇത് പ്രകാരം പഠനം പൂർത്തിയാകുന്നതുവരെ അമേരിക്കയിൽ തുടരാൻ കഴിഞ്ഞിരുന്ന സ്ഥാനത്ത് വിദേശ വിദ്യാർത്ഥികളുടെ തങ്ങൽ കാലയളവ് പരമാവധി 4 വർഷമായി പരിമിതപ്പെടുത്തും. കൂടാതെ ഗ്രേസ് പീരീഡ് വെട്ടിക്കുറച്ചു. പഠനശേഷം രാജ്യത്ത് തുടരാൻ അനുവാദമുണ്ടായിരുന്ന 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് 30 ദിവസമായി കുറയ്ക്കും. പഠന കോഴ്സുകളോ വിഷയങ്ങളോ എളുപ്പത്തിൽ മാറ്റുന്നതിന് കടുത്ത ഉപാധികളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും. അമേരിക്കയിലെ IT ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശ ജീവനക്കാർക്ക് നൽകുന്ന H-1B വിസ നിയമങ്ങളിലും കടുത്ത മാറ്റങ്ങൾക്ക് ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ ജോലി കണ്ടെത്താനോ രാജ്യം വിടാനോ H-1B ജീവനക്കാർക്ക് നൽകിയിരുന്ന 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് പൂർണ്ണമായും നിർത്തലാക്കാനാണ് ആലോചന. ഇത് നടപ്പിലാക്കിയാൽ ജോലി നഷ്ടപ്പെടുന്ന നിമിഷം മുതൽ ജീവനക്കാർ അനധികൃത കുടിയേറ്റക്കാരായി മാറും. US-ലെ വിദേശ വിദ്യാർത്ഥികളിലും IT അധിഷ്ഠിത തൊഴിൽ മേഖലകളിലും ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. അതിനാൽ തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ വിസ നയങ്ങൾ ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. വിദ്യാഭ്യാസ വായ്പയെടുത്ത് ഉന്നത പഠനത്തിനായി അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികൾക്കും കുടുംബത്തോടൊപ്പം വർഷങ്ങളായി അവിടെ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാർക്കും കടുത്ത അനിശ്ചിതത്വമാണ് ഈ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിൽ വിസ ചട്ടങ്ങളിൽ കൂടുതൽ കർശനമായ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് സൂചന.